ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കാലത്ത് തന്നെ പറമ്പിലേക്ക് കുറച്ച് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് ഇടയിൽ ഒരുപാട് മണ്ണീരക്കൂട്ടങ്ങൾ കണ്ടു. ഈ മണ്ണീരക്കൂട്ടങ്ങൾ കണ്ടപ്പോൾ മറ്റു പലർക്കും ഭയങ്കര അറപ്പായിരിക്കും. പക്ഷേ ഒരു ഫാർമറെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ മണ്ണീരക്കൂട്ടങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണിൽ ജൈവവളങ്ങൾ ഉണ്ട് എന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ മണ്ണീരക്കൂട്ടങ്ങളെ മണ്ണിൽ കാണപ്പെടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മണ്ണിരകൾ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറിയ വഴികൾ ഉണ്ടാവുകയും അതുമൂലം ചെടികളുടെ വേരുകൾക്ക് വളരെയധികം വായുസഞ്ചാരം കിട്ടുകയും നല്ല ഉൽപ്പാദനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മണ്ണിരക്കൂട്ടങ്ങളെ കാണുമ്പോൾ ഇനി ആരും അയ്യെന്ന് പറയണ്ട, അത് മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല മണ്ണിൻ്റെ ആരോഗ്യം തീർത്തും മെച്ചപ്പെട്ടു എന്ന്. കാരണം മണ്ണിൻ്റെ pH, മണ്ണിലുള്ള മറ്റ് പോഷകങ്ങൾ ഇതൊക്കെ കറക്റ്റാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ മണ്ണ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പം മണ്ണിനെ സംരക്ഷിച്ചാൽ നമുക്ക് നല്ല ഉൽപ്പാദനം കിട്ടും. നല്ല ഉൽപ്പാദനം കിട്ടിയാൽ മാത്രമാണ് കർഷകന് അതുകൊണ്ട് മെച്ചമുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നോക്കുക. കൂടുതൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുക, രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തുക. അപ്പോൾ രാസവളങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ രാസവളങ്ങൾ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ കൂടുതൽ ജൈവവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവായ അറിവുകൾ ഞാൻ പങ്കുവയ്ക്കും ഇനിയും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.